ജിമ്മിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്തിട്ടും നമ്മളെ PCOS അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ വെയിറ്റൊന്നും കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ മാനേജ് ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുള്ള കുറേ ആളുകളെ നമ്മൾ റെട്രോസ്പെക്റ്റീവ്ലി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് അവർ എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുറേ എക്സ്ട്രീമായിട്ട് ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് കൂടുതൽ ഈ എക്സസൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എക്സസൈസ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ? വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് വേറെ വർക്കൗട്ട് ചെയ്യണോ എന്നൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഭൂരിഭാഗം ആളുകളെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴും അവരുടെ മെയിൻ ഇഷ്യൂസ് ഉള്ളത് ഈ പറഞ്ഞ ആളുകളൊന്നും ഈ സ്ലീപ്പ്, സ്ട്രെസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നില്ല. അതായത് ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, നല്ലത് തന്നെയാണ്. പക്ഷേ ഒരുപാട് വർക്കൗട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തിലുള്ള ബാക്കി ഹൈഡ്രേഷൻ, വാട്ടർ ഇൻടേക്ക്, അതിൻ്റെയൊക്കെ കൂടെ തന്നെ നിങ്ങളെ സ്ലീപ്പ് ഫസ്റ്റ് കറക്റ്റ് ചെയ്താൽ തന്നെ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതാണെങ്കിലും നല്ല രീതിയിൽ അതിൽ മാറ്റം കാണും. അപ്പോൾ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നില്ലെങ്കിൽ വർക്കൗട്ടിനെ കുറിച്ച് മാത്രം കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളെ സ്ലീപ്പും സ്ലീപ്പ് ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കുക.